ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളായിട്ട് നമ്മൾ വർക്കൗട്ട് വീഡിയോസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. ചെസ്റ്റ്, പിന്നെ ആപ്സ്, പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്, പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ പുഷപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ എടുത്ത് റെഡിയായി, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോർമൽ പുഷപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഇനി അടുത്ത പുഷപ്പിലേക്കാണ് പോകുന്നത്. പൈക്കിൻ്റെ പൊസിഷൻ ഞാൻ കാണിക്കാം. പൈക്ക് ചെയ്യാൻ നേരത്ത് ബോഡി ഒരു വി ഷേപ്പിൽ എടുക്കാൻ നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമണ്ടാണ്. ഓക്കെ, കൈ ഈ ഒരു ഇതിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പുഷപ്പ് ചെയ്തു, നോർമല്, പൈക്ക്, ഡയമണ്ട്. ഇനി നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബെഞ്ച് പ്രസ് ഈ ഒരു വെയിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഏതാണ്ടോ 20ൻ്റെ പ്ലേറ്റാണത്. അപ്പോൾ 40 കിലോ. അപ്പോൾ നമുക്ക് അത് ആദ്യം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ 40 കിലോയാണ് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തത്. 20 കൗണ്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഇത് 5 കൂടി ആഡ് ചെയ്തിട്ട് 50 കിലോയാണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബെഞ്ച് പ്രസ്സിൽ 50 വലിയ കുഴപ്പമില്ല, ഈസിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഞാൻ ഇത് കണ്ടോ ഇവിടെ കിടക്കണല്ലേ, ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ കഴിയുമ്പോൾ തിരിച്ചു വെക്കുന്നതും ഒരിത്തിരി റിസ്ക്കാണ്. കൂടാതെ നമ്മളിതിന് ലോക്ക് പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് കുറച്ച് കെയർഫുള്ളായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യാം. 50 കിലോയാണ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്ര റെപ്സ് പോകുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 16 റെപ്സ് ചെയ്തു. അത് നമ്മൾ ഇതിൽ നിന്ന് അടുത്ത വർക്കൗട്ടിലേക്ക് പോകണേ. ഓക്കെ, ഇനി നമ്മൾ ഡംബലിലാണ് ചെയ്യുന്നത്. ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല, എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പഴയ വെയിറ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു 10 അടുത്തുണ്ടാവും, 10ന് മേളിലുണ്ടാവുന്നു ലിഫ്റ്റ് ചെയ്യാം. ഇരുപത്തഞ്ചെണ്ണം വെച്ചിട്ട് 2 കൗണ്ട് ചെയ്തു. അതായത് 25 റെപ്പ് വെച്ചിട്ട് 2 സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫ്ലൈസിലേക്കാണ് പോകുന്നത്. അതും 25 വെച്ചിട്ട് നമ്മൾ 2 സെറ്റായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡംബൽ പുൾ ഓവറാണ് ബാക്കിലേക്ക്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം. ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഇത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ട്രൈസിൻ്റെ വർക്കൗട്ടാണ്. അതൊരു 4 എണ്ണം നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആപ്സിലേക്ക് പോവാം. ഓക്കെ,
നമ്മളപ്പോൾ ട്രൈസിൻ്റെ വർക്കൗട്ടും ചെയ്ത് ഫിനിഷ് ചെയ്തു. ഒറ്റ സെറ്റേ ചെയ്തിട്ടുള്ളൂ 4 വർക്കൗട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്സിൻ്റെ വർക്കൗട്ടാണ്. ഇതും നമ്മളെല്ലാം ഓരോ സെറ്റ് വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആപ്സിൻ്റെ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഓക്കെ. നമ്മളിപ്പോൾ ആപ്സിൻ്റെ 5 വർക്കൗട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ലാസ്റ്റത്തെ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ താഴേക്ക് വന്നത്. 5 എണ്ണം ഒരു സെറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ വർക്കൗട്ടാണ്. ഇത് റോളിംഗ് വീലാണ്. അപ്പോൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആപ്സിന് തന്നെ ഈ ഒരു വർക്കൗട്ട് കിട്ടണം. അതായത് ആപ്സിനെ തന്നെ മാക്സിമം എൻഗേജ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ബിക്കോസ് ചില ആളുകൾക്ക് ഇത് നട്ടെല്ലിന് കിട്ടാറുണ്ട്. കാരണം നമുക്കത് കറക്റ്റായിട്ട് ആ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നാണെങ്കിൽ ആ ലോഡ് വരുന്നത് നട്ടെല്ലിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവൽ ഉണ്ട്. ഇത് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് ലെവൽ ഉണ്ടാവും. ആ ലെവലിനെ അപ്പുറത്തേക്ക് ഇത് ഫ്രണ്ടിലേക്ക് കൊടുക്കാതിരിക്കുക. ആ ഒരു ലെവലിൽ കുറച്ചാണെങ്കിലും ആ ഒരു ലെവൽ വരെ കൊണ്ടുപോയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ. അല്ലാതെ മാക്സിമം ഇങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണ്ട. ഇത്രയും ആയാലും മതി. ഓക്കെ. അവിടെ നിന്ന് തിരിച്ചു വലിക്കാൻ നോക്കുക. പിന്നെ എൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ഷോൾഡേഴ്സിന് അല്ലെങ്കിൽ ബാക്കിന് ആപ്സിനൊക്കെ കറക്റ്റായിട്ടൊരു എൻഗേജ് ചെയ്ത് തിരിച്ച് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫേസ് അടിച്ച് താഴേക്ക് വീഴാനുള്ള ഒരു ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആപ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ട് മേളിൽ പോയി സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നീ ഒരു മാറ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നല്ല പെയിൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ പൊസിഷൻ. നമ്മളപ്പോൾ 3 വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ചെസ്റ്റിൻ്റെ ലിഫ്റ്റിങ്ങും പുഷപ്സും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈസിൻ്റെ വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തു. അതും ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് ആണ്. ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയൊക്കെ എന്താണെന്നറിയില്ല, 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തിട്ട് ലൈറ്റ് ആണെങ്കിൽ 1-2 കിക്സും കൂടി ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രെച്ചിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ. ലെഗും നമ്മൾ സ്ട്രെച്ച് ചെയ്തു. ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്നാണ് അത് ചെയ്തത്. ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ബെസ്റ്റായിരിക്കും. അതേസമയം ആഴ്ചയിൽ നിങ്ങൾക്കൊരു 6 ദിവസമെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ
സൂപ്പറായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് നടുവിന് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഞ്ചുറീസ്, ബാക്ക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ ഈ ഒരു വർക്കൗട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെച്ചിങ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വർക്കൗട്ടാണ്. പ്രത്യേകിച്ച് സ്ട്രെച്ചിങ്ങിനായാലും അതുകൂടാതെ ലോ ബാക്കിനൊക്കെ വരുന്ന ഇഞ്ചുറീസൊക്കെ ഒരുവിധം അവോയ്ഡ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 25 കിക്ക് 2 കാലിനും. കിക്കല്ല, ഇത് ലെഗ് റൈസ് ആണ്. അതും ഒരു 25 പഞ്ചും നമ്മൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 25 പഞ്ചും അതേപോലെ 25 കിക്കല്ല ലെഗ് റൈസും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റത്തെ വർക്കൗട്ടോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.